ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒന്നുകൂടിയാണ് ബ്രെഡ് ക്രംസ്. സാധാരണ നമ്മൾ സ്നാക്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ബ്രെഡ് ക്രംസ്. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഫ്രഷ് ബ്രെഡ് ക്രംസ് കിട്ടും. അതല്ലാതെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തും എടുക്കാൻ പറ്റും. റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കുറച്ച് ദിവസം അധികം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ബ്രെഡ് ക്രംസ് തയ്യാറാക്കുന്നത്. ഫ്ലെയിം എപ്പോഴും നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഓരോ ബ്രെഡായിട്ട് വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ഓയിലോ ബട്ടറോ അങ്ങനെ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പാനിലിട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ ക്രിസ്പായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ 2 സൈഡും നല്ലതുപോലെ ക്രിസ്പായിട്ട് വരണം. നമ്മളിതിപ്പോൾ ഓവനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഓവനിലെ സെറ്റിങ്സിൽ ക്രിസ്പ് എന്നുള്ള സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിരുന്നാൽ മതിയാവും. അതല്ല, ഓരോ ഓവനിലും ഫങ്ഷൻസ് വേറെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെച്ചാൽ മതിയാവും. ഇതിൻ്റെ 2 സൈഡും ഇപ്പോൾ നല്ലതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അത്രയും സമയം വരെ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം വെക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലോ നല്ല മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. ബ്രെഡ് ഫുള്ളും ഞാനിപ്പോൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡെല്ലാം ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്പി ആയിട്ട് വേണം നമ്മുടെ ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. നമുക്കിതിപ്പോൾ 2 രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡാർക്ക് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എങ്കിൽ നല്ല വൈറ്റ് ബ്രെഡ് ക്രംസ് കിട്ടും. അതല്ല, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ട് പോകണ്ട, അതുപോലെ തന്നെ നല്ല തരിയായിട്ടും വേണ്ട. ഒരു ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. നമുക്ക് ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒരുപാട് സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെഡ് കട്ട്ലറ്റ് തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ സൂപ്പിലൊക്കെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് നമുക്ക് 1 മാസത്തിൽ കൂടുതൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം. പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിക്കാൻ വേണ്ടിയിട്ട് സമയം കളയണ്ട. പെട്ടെന്ന് തന്നെ ഒരു 3-4 ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. അത് പക്ഷേ നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. പിറ്റേ ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ബ്രെഡ് വാങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും മറക്കാതെ ബ്രെഡ് ക്രംസ് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒരു എയർടൈറ്റ് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബ്രെഡ് ക്രംസ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.